AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മുടെ കൂടെ സെറാക്കം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഏരിയ മാനേജറായ അഖിലുണ്ട്. അഖിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറാക്കം ഓഫർ ചെയ്യുന്ന ഇപ്പോക്സി പ്രൊഡക്ട്സിന്റെ റേഞ്ച് ആണ്. എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഇപ്പോക്സി വെറൈറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ് സെറാക്കം പ്രൈവറ്റ് ലിമിറ്റഡ്. ആ വെറൈറ്റീസ് എന്തൊക്കെയാണ്, അത് ഒന്ന് എങ്ങനെയാണ് അടുത്തതിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എന്ന് ഡീറ്റെയിലിൽ നമുക്ക് കണ്ടറിയാം. കം വിത്ത് മീ. വെൽക്കം ബാക്ക് അഖിൽ. വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് വന്നതിന് വളരെ നന്ദി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറാക്കം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇപ്പോക്സി പ്രൊഡക്ട്സ് ആണ്. എന്റെ അറിവിൽ ഒരു കമ്പനിക്ക് ഇത്രയും വെറൈറ്റി ഇപ്പോക്സി പ്രൊഡക്ട്സ് ഇല്ല. ഞങ്ങൾ വളരെ നാളായിട്ട് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നതാണ്. എന്റെ ഡീറ്റെയിൽസ് ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഓരോ പ്രൊഡക്റ്റും അത് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അത് മറ്റുള്ളതിനെക്കാട്ടിലും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്, അത് അഖിൽ ഡീറ്റെയിലിൽ പറയാം. അപ്പോൾ അഖിൽ എത്ര ടൈപ്പ് ഉണ്ട്? നമുക്ക് മെയിനായിട്ട് 5 ടൈപ്പ് അപ്പോക്സി വരുന്നുണ്ട്. ആദ്യമേ ലോഞ്ച് ആയിട്ടുള്ള അപ്പോക്സി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെറാപ്പോക്സി 63 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് സെറാക്കമിന്റെ ഒറിജിനൽ ഇപ്പോക്സി പ്രൊഡക്റ്റ്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇമ്പിൾഡ് ആയിട്ടാണ് കളർ വന്നിട്ട് ബേസിനകത്താണ് കളർ വരുന്നത്. അതായത് പൗഡർ വൈറ്റ് കളർ ആയിരിക്കും. ഏത് കളർ ചെയ്താലും പൗഡർ വൈറ്റ് ആയിരിക്കും. ഏത് കളർ ആണെങ്കിലും പൗഡർ വൈറ്റ് ആയിരിക്കും. റെസിനകത്തായിരിക്കും അതിന്റെ കളർ വരുന്നത്. അതെ. അപ്പം മറ്റ് അപ്പോക്സികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാർഡറും ബേസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ ജോയിന്റ് വരെ ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ബേസിനകത്ത് കളർ വരുന്നത് കൊണ്ട് നമുക്ക് പേപ്പർ ജോയിന്റ് വരെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് ഉദ്ദേശം വെച്ചാൽ പേസർ ഇടാതെ വിരിച്ച ടൈല് പോലും നമുക്ക് ഈ അപ്പോക്സി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് അതർ ബ്രാൻഡ്സിനെ കാട്ടിയും ഒരു ഹാർഡറും ബേസും വന്നിട്ട് ഒരു 250 ഗ്രാം അവർക്ക് എടുത്തു. നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു 70 ഗ്രാം കൂടുതലായിരിക്കും. നോർമൽ അപ്പോക്സി ആയിട്ടും കുറച്ചൊരു കവറേജ് നമ്മുടെ അപ്പോക്സിക്ക് കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന പൗഡേഴ്സ് വന്നിട്ട് വെറും ഫൈൻ പൗഡറാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തി ഫിനിഷിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ലാറ്റിഗ്രേറ്റിനകത്തൊക്കെ വരുന്ന കണക്ക് തരിയുള്ള പൗഡർ അല്ല, വളരെ ഫൈൻ പൗഡറാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പേസർ ഇടാതെ, അല്ലെങ്കിൽ പഴയ ബാത്റൂംസ് നമുക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇത് വെച്ച് നല്ല ഇത്തിരി ഒരു സെമി ഗ്ലോസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പൗഡർ കുറയ്ക്കുന്നതനുസരിച്ച് ഫിനിഷിംഗ് കൂടുതലും കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഈ അപ്പോക്സിക്കകത്തുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 3 mm ഒരു 2x2 ടൈൽ ഒരു 3 mm സ്പേസറിലൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു 150 സ്ക്വയർ ഫീറ്റ് നമുക്ക് അത്യാവശ്യം കവറേജും കിട്ടുന്നുണ്ട്. പക്ഷേ വിലയും നോർമൽ അപ്പോക്സിയുടെ വിലയുള്ളൂ. ഇതായിരുന്നു സെറാക്കമിന്റെ ഒറിജിനൽ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് ഇതൊരു പുതിയ കളർ സ്കീമുള്ള പുതിയൊരു ബക്കറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഈ കളർ സ്കീം വന്നേ പിന്നെ ഞാൻ ഇത് എടുത്തിട്ടില്ല. ഐ തിങ്ക് ഇത് എല്ലാ കമ്പനിക്കും ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് 3 പാർട്ടാണ്. അതും 3 പാർട്ടാണ്. ഇതും 3 പാർട്ടാണ്. ഇതും 3 പാർട്ട്. ഇതിനകത്ത് പൗഡറിനകത്ത് കളർ വരും, ഇതിനകത്ത് ബേസിനകത്ത് കളർ. ഇതാണ് ഡിഫറൻസ്. ഇതിനകത്ത് ഫ്രണ്ട് സൈഡ് ബ്രാൻഡിങ്ങും ബാക്ക് സൈഡ് ക്ലിയർ ആണ്. അപ്പം എന്ത് കളർ പൗഡർ ആണോ അതിനകത്ത് ഇരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിൽ കാണാം. ഇത് ഒരു കമ്പനിക്കും ഇല്ലാത്ത അതേ കോമ്പറ്റീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് റെസിൻ ക്ലിയർ ആയിരിക്കും, കളർ പൗഡർ എല്ലാ കമ്പനിക്കും ഉള്ള ഫോർമുല അതാണ്. റൈറ്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തോ ഇതിനകത്ത് അതർ കമ്പനികൾ വെച്ച് നോക്കിയാലും പൗഡർ വന്നിട്ട് സ്മൂത്ത് ആയിരിക്കും. പിന്നെ അവരെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിനകത്തും ഈ സെറാപ്പോക്സി 63 പോലെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റി നോർമൽ മാർക്കറ്റിൽ എന്താ അവൈലബിൾ അതേ ക്വാണ്ടിറ്റി മാർക്കറ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ പ്രോഡക്റ്റ് ആണ്. സെയിം അതർ ബ്രാൻഡ് അതേ രീതിയിലാണ്. ഇത് നേരത്തെ ഒരു ചുമന്ന കളറിലെ ബക്കറ്റിലായിരുന്നു. നേരത്തെ റെഡ് ബക്കറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ കളർ ചേഞ്ച് പുതിയതായിട്ട് ലോഞ്ച് ആക്കിയിട്ടുള്ള റീബ്രാൻഡ് ചെയ്ത് നമുക്ക് രണ്ടും അപ്പോക്സി വന്നിട്ട് 3 പാർട്ടാണ്. കളറിലൊന്നും കാര്യമില്ല, പക്ഷെ മെറ്റീരിയൽ നല്ലതാണ്. ഇനി അടുത്ത ഏത് പ്രൊഡക്റ്റ് ആണ്? അടുത്ത നമുക്ക് വന്നേക്കുന്നത് 2 പാർട്ട് അപ്പോക്സിയാണ്. ഓക്കെ. ഇത് 2 പാർട്ടാണ്. 2 പാർട്ടേ ഉള്ളൂ. അതെ, 2 പാർട്ടാണ്. ഓക്കെ. നമുക്ക് ഇതേ വന്നേക്കുന്നതിനകത്ത് ഒരു ഹാർണർ ബേസ് വന്നിട്ട് പേസ്റ്റ് രൂപത്തിലാണ്. ഹാർണർ ലിക്വിഡ് ടൈപ്പിൽ. ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് സിമ്പിൾ ആണ്. വർക്കബിലിറ്റി കൂടുതലാണ് ഈ അപ്പോക്സിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. വർക്കബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിക്കാർക്ക് എളുപ്പമാണ്. ഇപ്പൊ ഇത് വന്നിട്ട് ഇതിന് ഹാർണർ ബേസ് എടുക്കുക, അത് 3:1 റേഷ്യോയിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് പൗഡർ ആഡ് ചെയ്യുക. അത്രയും ഇതിൽ എഫേർട്ട് ഇല്ല. ഇതാകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ലിക്വിഡും ഉണ്ടാവും, ഒരു പേസ്റ്റും ഉണ്ടാവും. അത് പകുതി എടുക്കുക, മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പെട്ടെന്ന് ആപ്ലിക്കേഷൻ പെട്ടെന്ന് നടക്കും. നമുക്ക് നമ്മുടെ
നമ്മുടെ ഈ അപ്പോക്സിക്ക് എല്ലാം ഏകദേശം ഒരു ഇതിനകത്ത് ടച്ചിന് വർക്ക് കൊടുക്കുകയാണെങ്കിൽ അന്നേരം ഇത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സിനും കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ്, കാരണം അവർ മിക്സിംഗിന്റെ ടൈം അവർക്ക് ഒരുപാട് കുറയും. അതെ, വേസ്റ്റേജും കുറവായിരിക്കും, കവറേജും കൂടുതലായിരിക്കും. നോർമൽ അപ്പോക്സിയെക്കാട്ടി ഒരു 20-25 സ്ക്വയർ ഫീറ്റ് അഡീഷണൽ കൂടുതലായിരിക്കും. പിന്നെ 2 പാർട്ട് അപ്പോക്സിയിൽ നമ്മൾ കേൾക്കും പോളിഷ്ഡ് സർഫേസ്. ഇപ്പൊ പോളിഷ് ടൈലിന്റെ ജോയിന്റ്സ് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലിയർ ചെയ്യേണ്ട, അത് ശരിയാണ്? അതെ 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 അതെ, അതിന്റെ വീഡിയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് തന്നെ വിടാം. അതായത് ക്ലീൻ ആയിട്ട് പോകും. നമുക്ക് പുട്ടി ബ്ലേഡിൽ തന്നെ പിടിക്കുമ്പോൾ തന്നെ അത് ക്ലീൻ ആയി പോകും. ഈ ഷാമ്പൂ ഇട്ട് വേസ്റ്റേജ് കുറവാണ്. വേസ്റ്റേജ് കുറവ്. അപ്പൊ അന്നേരം അത് വീണ്ടും ടച്ചിൽ കൊടുക്കുമ്പോൾ ഭയങ്കര ലാഭമാണ്. കാരണം 3 പാർട്ടിനെ എങ്ങനെയാലും ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഷാമ്പൂ ഇടണ്ട എന്നാണ് ചെയ്യാം. അതല്ല പറഞ്ഞ വേസ്റ്റേജ് കുറവാണ്. വേസ്റ്റേജ് കുറവാണ്. ഷാമ്പൂ വാഷ് ഇല്ലാതെയും വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3 അപ്പോക്സി നമുക്ക് വന്നിട്ട് തരിയില്ല. സ്മൂത്ത് പൗഡർ ആണ്, നല്ല ഫിനിഷിംഗ് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് അധികം പിടിക്കില്ല. അപ്പം ഇത് സഫീഷ്യന്റ് ആണോ? നമുക്ക് ചിലപ്പം ചിലർ നമ്മൾ കേൾക്കാറുണ്ട് ഫില്ലർ പൗഡർ ഒരുപാട് ഇരിക്കുന്നു, റെസിൻ തീർന്നു പോയി, അങ്ങനത്തെ കേസ് 2 പാർട്ടിനകത്ത് അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും. ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ 2 പാർട്ട് ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാർട്ട് ബാലൻസ് എന്ന് വെച്ചാൽ പകുതിയാണ് ഇതിന്റെ മിക്സിംഗ്. അതുകൊണ്ട് വേസ്റ്റേജ് വരത്തില്ല. വരുവാണെങ്കിൽ മൊത്തത്തിൽ വേസ്റ്റ് ആവത്തേ ഉള്ളൂ, ഒരു പാർട്ടായിട്ട് കുറയത്തില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കേസിൽ. അപ്പം ഇതൊരു നേവി ബ്ലൂ പാക്കിംഗ് ആണ്. ഇത് 2 പാർട്ടാണ് സെറാപോക്സിയുടെ. അപ്പൊ 2 3 പാർട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു 2 പാർട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് 1 kg 5 kg അവൈലബിൾ ആണ്. അതേപോലെ ഇതും 1 kg 5 kg അവൈലബിൾ ആണ്. ഈ അപ്പോക്സി നമുക്ക് 1 kg 2 kg 5 kg 10 kg അങ്ങനെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട്, കാരണം ഇത് കമ്പനിയുടെ കോർ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അവർ നമുക്ക് എല്ലാ പാക്കിംഗിൽ അവൈലബിൾ ആണ്. പ്രോജക്റ്റ് പാക്കിംഗ് പ്രത്യേകം വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് മെറ്റാലിക്, ഇപ്പം ഈ ഒരു മെറ്റാലിക് ഷെയ്ഡിൽ അപ്പോക്സി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മെറ്റാലിക് വരുന്നുണ്ട്. അതെ, ഗോൾഡ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, കോപ്പർ കളർ വരുന്നുണ്ട്. അതിവിടെ നമ്മുടെ ഇതിനകത്ത് ഒരു ഇത് ഗ്ലാസ് അപ്പോക്സിയുടെ ഷെയ്ഡാണ്. ഗ്ലാസ് അപ്പോക്സിയുടെ ഷെയ്ഡാണ്. പക്ഷേ ഇതിനകത്ത് മെറ്റലിന്റെ ഒരു ലുക്ക് ഏകദേശം ഇടുമ്പോൾ ഈ ലുക്ക് ആയിരിക്കും. ഗോൾഡ് ഫുൾ സിൽവർ വേണമെങ്കിൽ നമുക്ക് ഫുൾ സിൽവർ, ഫുൾ ഗോൾഡ്, അതേപോലെ ഫുൾ വേറൊരു കളറും കൂടെ കോപ്പർ അങ്ങനെ ഫിനിഷ് ആയിരിക്കും. അപ്പം അതിനകത്ത് കളർ കാണത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ബേസ് കളറിനകത്ത് സ്പാർക്കിൾ ഇടുന്നതും ഈ മെറ്റാലിക് എപ്പോക്സിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. മെറ്റാലിക് എപ്പോക്സിക്കകത്ത് ബേസ് കളർ കാണില്ല. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മാത്രമേ കാണത്തുള്ളൂ, സിൽവർ എന്ന് പറഞ്ഞാൽ സിൽവർ മാത്രമേ കാണത്തുള്ളൂ, കോപ്പർ ആണെങ്കിൽ കോപ്പർ തരികൾ മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ഒരു വേറൊരു നിറം കാണത്തില്ല. മാറ്റ് ഫിനിഷ് ആയിരിക്കും. മാറ്റ് ഫിനിഷ് ആയിരിക്കും. അത് ഗ്ലോസ് ആക്കാൻ മാർഗമില്ല. ഗ്ലോസ് ആക്കാൻ നമുക്ക് അഡീഷണൽ വേറെ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതേതാണ് പ്രോഡക്റ്റ്? ഞങ്ങളുടെ ഒരു പുതിയതായിട്ടുള്ള ലോഞ്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഗ്ലാസ് അപ്പോക്സി എന്ന് പറയും. ഗ്ലാസ് അപ്പോക്സി നമുക്ക് 2 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഗ്ലാസ് അപ്പോക്സി ലിക്വിഡ് ഫോമിലും വരുന്നുണ്ട്, ജെൽ ഫോമിലും വരുന്നുണ്ട്. അപ്പം മറ്റ് അപ്പോക്സികളെ അപേക്ഷിച്ച് ഗ്ലാസ് അപ്പോക്സി കവറേജ് കൂടുതലാണ്. അപ്പം മറ്റ് അപ്പോക്സി നമുക്കൊരു 170 ഒക്കെ കിട്ടുന്നുള്ളതെങ്കിലും അത് 1 കിലോയ്ക്കാണ് 170 കിട്ടുന്നത്. നമുക്ക് 400 ml നമുക്ക് 200 സ്ക്വയർ ഫീറ്റ് മിനിമം കവറേജ് നമുക്ക് ഒരു 2x2 ടൈലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റ് അപ്പോക്സികളെ അപേക്ഷിച്ച് ഇതിന് വേസ്റ്റേജ് ഇല്ല. മറ്റ് അപ്പോക്സി എന്ന് പറയുമ്പോൾ ഒരു 40% നമുക്ക് വേസ്റ്റേജ് വരും. ഇതാകുമ്പോഴത്തേക്ക് വേസ്റ്റേജ് ഇല്ല. ഇതാണോ മറ്റേ നമ്മൾ ഒരു ഡിപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ക്യാനിൽ അപ്ലൈ ചെയ്യാം, പുട്ടി ബ്ലേഡിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെയുള്ള അതിന്റെ ഈ അപ്പോക്സിയുടെ ഷെയ്ക്കാണ് ഈ വരുന്നത്. നമുക്ക് മേളത്തെ കളേഴ്സ് ഇത്രയും ഈ ഗ്ലാസ് അപ്പോക്സി. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈലിന്റെ കളറിൽ വരെ നമുക്ക് അപ്പോക്സി ചെയ്യാം. പെയിന്റിന്റെ കളർ ടിൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിന്റെ പിഗ്മെന്റ് ടിൻഡ് ചെയ്തിട്ട് നമുക്ക് ടൈലിന്റെ കളറിൽ വരെ നമുക്ക് അപ്പോക്സി ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അത് കമ്പനിയെ നേരത്തെ കൂട്ടി അറിയിക്കണം. അല്ല, നമുക്ക് ആ ഒരു എക്സ്പേർട്ട് ഉള്ള ഒരു പണിക്കാരനാണെന്നെങ്കിൽ പുള്ളിക്ക് ഈ പറഞ്ഞ കണക്ക് 2 പിഗ്മെന്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കളർ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഹാർണർ ലിക്വിഡും വരും. പിന്നെ റേഷ്യോ വന്നിട്ട് 1:0.8. ബേസ് 1 എടുക്കുവാണെങ്കിൽ ഹാർണർ 20% കുറച്ചെടുത്താൽ മതി. മിക്സ് ചെയ്യുക, ക്യാനിൽ അപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫുൾ ബക്കറ്റ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അത് ആ റേഷ്യോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് പിന്നെ റേഷ്യോ നോക്കേണ്ട കാര്യമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ. പക്ഷെ നമ്മൾ പാർഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള റേഷ്യോ ആണ് പറഞ്ഞ 100 ml 80 ml ഹാർഡ്നർ. അപ്പൊ 100 ml റെസിന് 80 ml ഹാർഡ്നർ ഇട്ട് പിഗ്മെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫിനിഷിൽ നമുക്ക് ഈ ഷെയ്ഡ് കാർഡിനകത്ത് പിന്നെ ക്ലോസപ്പിൽ കാണാം. ഇതിനകത്ത് നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നത്, അതായത് ഗ്ലാസ് ഉരുക്കി ഗ്ലോസി ടൈലിന്റെ ഫിനിഷ് എന്താണോ അതേ ഫിനിഷിൽ തന്നെ നമുക്ക് അപ്പോക്സി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഫുള്ള് വൈറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോക്സി വേണ്ട. പക്ഷെ നമുക്ക് എന്നാലും ഇപ്പം ഒരു ടൈൽ മാനുഫാക്ചർ പറയുന്ന പോലെ അവർ പറയുന്ന വെച്ചാൽ ഒരു നിശ്ചിത അകലത്തിൽ ടൈല് ലേ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതൊരു കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് അതേ സെയിം കളറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. അറിയത്തില്ല, ടൈൽ ജോയിന്റ് അറിയാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ടൈലിന്റെ സർഫേസ് എങ്ങനെ ഗ്ലോസി ആണോ അതേപോലെ
അതേപോലെ എപ്പോക്സിയുടെ സർഫേസ് അതേപോലെ ഗ്ലോസി ആയിരിക്കും. അപ്പം ഫലത്തിൽ എപ്പോക്സി ഇട്ടെന്ന് അറിയത്തേ ഇല്ല, ടൈൽ സീംലെസ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിക്കില്ല, ഗ്ലാസ് മുകളിൽ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. പിന്നെ ഇത് വേറൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് പിന്നെ ഗ്ലിറ്റർ ആഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് വന്നേക്കുന്ന ഈ ലിക്വിഡ് വന്നിട്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന പിഗ്മെന്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഗ്ലിറ്റർ വേണമെങ്കിൽ ഗ്ലിറ്റർ യൂസ് ചെയ്യാം. ഇനി അഥവാ നമ്മൾ കൊടുക്കുന്ന കളറിനകത്ത് ഗ്ലിറ്റർ വേണം, അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാ എപ്പോക്സിയെ വെച്ചൊക്കെ നല്ല കവറേജ് ഉണ്ടാവും. പിന്നെ നമുക്ക് വാള് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് എപ്പോക്സി ജെൽ എന്നും പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇത് രണ്ട് പ്രൊഡക്റ്റ്. ഇത് ലിക്വിഡ് ടൈപ്പും ഇത് വാക്സ് ടൈപ്പും ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ജെൽ ഫോമും ഇത് ലിക്വിഡ് ഫോമും പറഞ്ഞ് ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഇതാകുമ്പോഴത്തേക്ക് സാഗിങ് വരത്തില്ല, അതായത് ഒലിച്ചിറങ്ങത്തില്ല. അതായത് ഭിത്തിയിൽ ചെയ്യണമെങ്കിൽ ലിക്വിഡ് ടൈപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭിത്തിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒലിച്ചു വരുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂറോളം വെച്ച് ടൈറ്റ് ആക്കി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ ജെൽ ഫോം ആക്കിയിട്ടുണ്ട്. അപ്പം ഫ്ലോറും ചെയ്യാം, വാളും ചെയ്യാം ഇത് വെച്ചിട്ടാണെങ്കിൽ. പക്ഷെ കവറേജ് ഇതിനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പം വാള് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ജെൽ ഫോമിനകത്ത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യേണ്ട കാര്യം? ഷാമ്പൂ ഇതിനകത്തൊന്നും ഷാമ്പൂ ഉപയോഗിക്കത്തില്ല. ഈ രണ്ട് എപ്പോക്സിയിൽ നമ്മൾ വെള്ളം തൊടത്തില്ല, ജസ്റ്റ് കുപ്പിക്കകത്ത് ഇടുക, അതിനെ വരച്ച് വിടുക. ഇതിപ്പോ ഇന്ന് അപ്ലൈ ചെയ്ത് ഇന്നൊരു ഫ്ലോറിൽ അപ്ലൈ ചെയ്താൽ നാളെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. 24 hours ടൈം കൊടുത്താൽ മതി. ഇത് കണ്ണാടി ഫില്ല് ചെയ്ത പോലെ, കണ്ണാടി പോലെ കിടക്കും. നമുക്കിപ്പം ഗ്ലോസി ടൈലിൽ ചെയ്യുകയാണെങ്കിൽ, പുട്ടി ബ്ലേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ചീവാം. ക്യാനിൽ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിക്കാം, റൂം ഉപയോഗിക്കാം. അപ്പം ഇത് പക്ഷേ കമ്പനി പറയുന്നത് ഇതിന് റേറ്റ് കൂടുതലാണെങ്കിൽ ഇനി ഈൽഡ് 3 ഇരട്ടിയാണ്. അതായത് കവറേജ് ഉണ്ട്. കാരണം ഇത് 400 ml പാക്കാണ്. 400 ml അപ്പം 1000 ml നോർമൽ എപ്പോക്സി തരുന്ന അതേ കവറേജ് 400 ml ഗ്ലാസ് എപ്പോക്സി കൂടുതൽ കിട്ടും. അപ്പം ഇവിടെ ഈ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട് കുറെ. ഇത്രയും നിറങ്ങൾ ഞാൻ ഇന്ന് വരെ എങ്ങും ഫാൻസി കട പോലും കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത്, എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ പറഞ്ഞ ഗ്ലാസ് എപ്പോക്സിക്ക് അത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഗ്ലിറ്റർ ഇതിനകത്ത് പറയുന്ന കണക്ക് നമുക്ക് ഇഷ്ടമുള്ള ഗ്ലിറ്റർ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പിഗ്മെന്റിനകത്ത് വേണമെങ്കിലും ഈ ഗ്ലിറ്റർ നമുക്ക് അതും അതിനകത്ത് ഉപയോഗിക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിന്റെ കൂടെ സിൽവർ കൊടുക്കാം. പക്ഷേ ബ്ലാക്കിന്റെ കൂടെ ഇത് എറിയത്തില്ല, വയലറ്റ് എറിയത്തില്ല. അപ്പൊ ഇത് നമ്മളൊരു വൈറ്റിന്റെ കൂടെ വയലറ്റ് കൊടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പാർക്കിൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ലൈൻസ് ഇപ്പം ഡാർക്ക് ലൈൻസ് ആണെങ്കിൽ എപ്പോഴും ഡാർക്ക് ലൈൻസ് ടൈലിന് തമ്മിൽ ഡിവൈഡ് ചെയ്യും. സപ്പോസ് 2 ടൈൽ ഇട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് ബ്ലാക്ക് ജോയിന്റ് ഫില്ലർ ഇടുവാണെങ്കിൽ, അതും അത്യാവശ്യം 4mm 5mm ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കൊമേഴ്ഷ്യൽ ലുക്ക് ആയി പോകും. നമ്മൾ വീട്ടിൽ 5mm സ്പേസർ ഇട്ട് ബ്ലാക്ക് ജോയിന്റ് ഫില്ലർ ഇട്ടാൽ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ആ ബ്ലാക്കിന്റെ കൂടെ സ്വല്പം ഈ സിൽവർ തരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി ഇതൊരു ബ്രിഡ്ജിങ് എഫക്ട് ക്രിയേറ്റ് ചെയ്യും. ബ്രിഡ്ജിങ് എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈലിന് അടുത്ത ടൈലിന്റെ ഇടയ്ക്ക് ഈ ബ്ലാക്ക് ഒരു സെപ്പറേറ്റർ ആയി മാറാതെ ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറും. നമുക്ക് നോട്ടീസ് കാണുമ്പോൾ ഒരു വളരെ ഹോംലി ഫീൽ അതിനകത്ത് വരും. അത് എത്ര ഇതിന്റെ ക്വാണ്ടിറ്റി 50 ഗ്രാം. ഈ 50 ഗ്രാം എത്ര കിലോയ്ക്കകത്ത് നല്ല രീതിയിൽ 2 യൂണിറ്റിനകത്ത് ഉപയോഗിക്കാം. 2 1 kg യൂണിറ്റ് 400 ml ഗ്ലാസ് എപ്പോക്സി ആണെങ്കിൽ 400 2 യൂണിറ്റിന് ഈ 50 ഗ്രാം മതി. ഇതിനകത്താണെങ്കിലോ 2 പാർട്ടിനകത്ത് 3 പാർട്ടിനകത്ത് 1 കിലോയ്ക്ക് 50 ഗ്രാം വേണ്ടേ? വേണ്ട. പക്ഷെ ഇട്ടാൽ ഓവറായി പോവോ? പോവും. ഓക്കെ. ഇത് മിക്സ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നോർമലി നമ്മൾ മിക്സ് ചെയ്തതിനകത്ത് ഇതോടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ലിക്വിഡ് ഫോമിൽ മിക്സ് ചെയ്യരുത്. എപ്പോഴും റെസിൻ മിക്സ് ചെയ്യാൻ പൗഡർ ഫോമിൽ പൗഡറിന്റെ കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരേ ക്വാണ്ടിറ്റി ആക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് റെസിൻ ആഡ് ചെയ്യാവോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് ഇരിക്കും. ഇത് ഒരിക്കലും ഈവൻലി സ്പ്രെഡ് ആവത്തില്ല. ഇനി എന്തെങ്കിലും പുതിയ ഒരു എപ്പോക്സി പ്രൊഡക്ട്സ് വല്ലതും ഇനി ഹൊറൈസണിൽ ഉണ്ടോ കമ്പനിയുടെ? ഐ തിങ്ക് ഇത് ലേറ്റസ്റ്റ് ആണ്. ഈ ജെൽ ഫോം അത് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ്. എപ്പോഴും ഞാൻ കണ്ടു തുടങ്ങിയപ്പം ഒരു 2-3 വർഷം മുമ്പ് ഇവർക്ക് ഒരു പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഐ തിങ്ക് 2 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു വലുതായിട്ട്. അപ്പൊ ഇതായി, പിന്നെ 2 പിന്നെ 3 4 5 ഇപ്പൊ 6 എപ്പോക്സി പ്രൊഡക്ട്സ് പ്ലസ് ഈ 6-നകത്തുനിന്ന് 2 പാർട്ടിനകത്ത് ഗ്ലിറ്റർ മിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പറ്റും. പക്ഷെ അത്ര എഫക്റ്റീവ് ആയിരിക്കുമോ? നമ്മൾ നോർമൽ മാറ്റ് ഫിനിഷിൽ എങ്ങനെ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം. അപ്പൊ കമ്പനി പറയുന്ന ഈ പറയുന്ന 5 പ്രൊഡക്റ്റിൽ 6 പ്രൊഡക്റ്റിലും ഗ്ലിറ്റർ മിക്സ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് വെറൈറ്റി ആണ് ഇവിടെ സെറാപോക്സിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെയൊക്കെ ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ സെയിൽ ഇപ്പം ഏതിനാണുള്ളത് മാർക്കറ്റിൽ? സെയിലുള്ള 3 പാർട്ട് 3 പാർട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ 3 പാർട്ട് പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ ഇതാണ് ആദ്യം ഇറങ്ങി. അതായത് വൈറ്റ് പൗഡർ റെസിനകത്ത് കളറും. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്ന മെറ്റീരിയൽ. നല്ല ഷൈനിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിപ്പോ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. പിന്നെ 2 പാർട്ട് നല്ല രീതിക്ക് നമുക്ക് മൂവ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ ഗ്ലാസ് എപ്പോക്സി നമുക്ക്
നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതായത് നമുക്കിപ്പം പ്രമുഖ ബ്രാൻഡിലൊന്നും ഈ പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ ആക്ച്വലി സെറാകെമുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്ലാസ് എപ്പോക്സിയുടെ കേസിൽ തന്നെ അവിടുന്നാണ് പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും ഇത്രയും പ്രൊഡക്ട്സ് ഒരുമിച്ച് കണ്ട് അത് മനസ്സിലാക്കി തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ നമുക്ക് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമുക്ക് സെറാകെമിന്റെ ഏറ്റവും പോപ്പുലർ പ്രൊഡക്ട്സിൽ ഒന്ന് അവരുടെ ടൈൽ അദസീവ്സ് ആണ്. അതിൽ ഒരു ടൈൽ അദസീവ് എസ്പെഷ്യലി സെറാബോൺ 28 കുതിരാൻ ടണലിന്റെ മുഖത്ത് ലാറ്ററേറ്റ് സ്റ്റോൺ ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾ അടുത്ത പ്രാവശ്യം കുതിരാൻ ടണൽ വഴി പാസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ മുഖത്തുള്ള ലാറ്ററേറ്റ് സ്റ്റോൺ ഒട്ടിച്ചേക്കുന്നത് സെറാബോൺ 28 വെച്ചാണ്. അപ്പം അതുകൂടാതെ തന്നെ വേറെ പല അദസീവ്സും സെറാകെമിനുണ്ട്. അതിന്റെ കുറിച്ച് ഡീറ്റെയിൽ അഖിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക്സ്.